ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഈ വിജയത്തിന്റെയും മറ്റു അടിസ്ഥാനത്തില് BJP കണക്ക് കൂട്ടുന്നത് ഈ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു, 9 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള കണക്ക് കൂട്ടലാണ്. ഇത് പ്രധാനമായിട്ടും ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തിരുവനന്തപുരം, തൃശൂർ, പിന്നീട് ആലപ്പുഴ എന്നീ 3 ജില്ലകളിലാണ്. ഇതുകൂടാതെ മറ്റ് പല ജില്ലകളിലും അവർക്ക് ചില മണ്ഡലങ്ങളിൽ വേരോട്ടമുണ്ട്. അതെല്ലാം തന്നെ A ക്ലാസ് മണ്ഡലങ്ങളായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തന രീതിയും മാസ്റ്റർ പ്ലാനോടും കൂടിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതില് നമ്മള് ചില അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില മണ്ഡലങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് നടത്തുന്നത്. അവിടെ BJPക്ക് ഉണ്ടായിട്ടുള്ള ഒരു വളർച്ചയെ കുറിച്ച് കൂടിയാണ് ഇതിൽ കാണുന്നത്. ഇപ്പോൾ അതിലൊന്നാണ് കൊല്ലം ജില്ലയിലെ ഒരു മണ്ഡലം, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലം. ഇത് ഇപ്പോൾ CPIയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. CPIയുടെ ജയലാലാണ് ഇവിടുത്തെ MLA. കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു പാർട്ടി RSP ആണ്. RSPയുടെ വളർച്ച, അവരുടെ നിലനിൽപ്പ് തന്നെ കൊല്ലം തന്നെയാണ്. RSPയെ കുറിച്ച് പറയുന്നത് തന്നെ ചവറ മുതൽ ചവറ വരെ എന്നാണ്. ചവറയിലും കൊല്ലത്തും ഇരവിപുരത്തും ഒക്കെ അവർക്ക് വലിയ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നേതാക്കന്മാരും ഉണ്ടായിരുന്നു. CN ശ്രീകണ്ഠൻ നായർ, R ശ്രീകണ്ഠൻ നായർ, കൂടാതെ മറ്റ് പങ്കജാക്ഷൻ, ബേബി ജോണ്, അങ്ങനെ പോവുകയാണ്. നീണ്ട നിര തന്നെ RS ഉണ്ണി. അപ്പൊ ഇവരുടെയൊക്കെ ഒരു നീണ്ട നിരയിൽ നിന്ന് ഇപ്പോൾ വളരെ ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് NK പ്രേമചന്ദ്രൻ MP, പിന്നെ നമുക്കത് പിന്നീടുള്ളത് ഷിബു ബേബി ജോണാണ്. പിന്നെ ഇപ്പോൾ RSPയിൽ നമുക്ക് ആരും തന്നെ ഇല്ലാതായിരിക്കുകയാണ്. കൊല്ലത്ത് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് LDF ഉണ്ട്, UDF ഉണ്ട്, കോൺഗ്രസിനും CPM-നും സ്ഥാനമുണ്ടെന്നുള്ളതാണ്. അതില് ഇപ്പൊ ചാത്തന്നൂർ മണ്ഡലം എന്ന് പറയുന്ന CPIക്ക് കൊടുത്തിട്ടുള്ളതാണ്. 2016 21 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് BJP അവിടെ 2-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. കോൺഗ്രസിനെ 3-ാം സ്ഥാനത്തേക്ക് ചവിട്ടിക്കൂട്ടി മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. 1-ാം സ്ഥാനത്ത് CPI ആണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2011 അന്ന് LDF-ഉം UDF-ഉം ഒക്കെ ഏതാണ്ടൊക്കെ ഒരുപോലെ നിൽക്കുകയാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാരാണല്ലോ അധികാരത്തിൽ വന്നത്. 2011 വന്നിട്ട് ഏതാണ്ട് 3800 വോട്ട് മാത്രമാണ് BJP അവിടെ നേടിയത്. പിന്നീട് 2016 എത്തുമ്പോൾ 10 മടങ്ങ് വർധനവുണ്ടായി എന്നുള്ളതാണ്. 2021 വന്നപ്പോൾ 42,000-ലധികം വോട്ടുകൾ BJP നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു കാലത്ത് കോൺഗ്രസിലെ പ്രഗത്ഭന്മാര് വിജയിച്ചിട്ടുള്ള ഇടമാണ്. CV പത്മരാജനും അതുപോലെ പരാജയപ്പെട്ടിട്ടുള്ളവരുമുണ്ട്. പ്രതാപവർമ്മ തമ്പുരാനും ശൂരനാട് രാജശേഖരനും പീതാംബരക്കുറുപ്പും ഒക്കെ തന്നെ. അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില കോൺഗ്രസ് നേതാക്കന്മാര് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ആ മണ്ഡലം ഇപ്പോൾ BJPയുടെ കൈകളിലേക്ക് നീങ്ങുകയാണ്. BJP A ക്ലാസ് മണ്ഡലമായിട്ട് കണ്ടിരിക്കുന്നതാണ്. അവർ വിജയസാധ്യത കഴിഞ്ഞ തവണ 2021 തന്നെ ഏതാണ്ട് ഉറപ്പാക്കി വെച്ചിരുന്നതാണ്. മറ്റു പലരും തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങൾ പറയുന്നുണ്ട്, തൃശ്ശൂരിലെ ചില മണ്ഡലങ്ങൾ പറയുന്നുണ്ട്, ആലപ്പുഴ ജില്ലയിലെ ചില മണ്ഡലങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില മണ്ഡലങ്ങളെ പലരും പരാമർശിക്കുകയോ കാണാതെ പോവുകയോ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കും വിജയം ഉണ്ടാവുക. നമ്മള് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വിജയം ഉണ്ടാകുന്നത് ആദ്യം തിരുവനന്തപുരത്ത് നിന്നായിരിക്കുമെന്നാണ് കണക്ക് കൂട്ടിയത്. പക്ഷെ ആ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു കയറിയത്.
അപ്പോൾ ഇതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ അതുകൊണ്ട് BJP വളരെ കരുതലോടുകൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അവർ മണ്ഡലത്തെ എപ്പോഴും ക്ലാസ് തിരിച്ചിട്ടുണ്ട്, A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്ന രീതിയിൽ. അപ്പൊ ക്ലാസ് തിരിക്കുമ്പോൾ അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ ഇറക്കുമെന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ 6 പാർലമെന്റ് മണ്ഡലങ്ങളാണ് A ക്ലാസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നിയമസഭാ മണ്ഡലത്തെ ക്ലാസ് തിരിക്കുമ്പോൾ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കും. ചാത്തന്നൂരിൽ വിജയം ഉറപ്പായും പ്രതീക്ഷിക്കുന്നത് കൊണ്ട് അവിടെ മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് സിനിമാ താരം അനുശ്രീയാണ്, കൊല്ലംകാരിയാണ്. കൂടാതെ ഏതാണ്ട് 4ാം ക്ലാസ് മുതൽ തന്നെ ഈ ബാലഗോകുലത്തിന്റെ പ്രവർത്തകയാണ് എന്ന് പറയുന്നുണ്ട്. ബാലഗോകുലത്തിന്റെ പ്രവർത്തകയും ഇപ്പോഴും വളരെ സജീവമായിട്ട് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ സിനിമാക്കാരുടെ ആ ചട്ടക്കൂടിൽ നിന്ന് വിപരീതമായിട്ട് പുറം ലോകത്തേക്ക് വരികയും സാധാരണ ജനങ്ങളുമായിട്ട് ഇടപഴകുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അനുശ്രീക്കുള്ളത്. അതുകൊണ്ട് അല്പം ജനകീയമായി ട്ടുള്ള ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് അത് വിജയത്തിലെത്തിക്കാൻ കഴിയും എന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. സുരേഷ് ഗോപിയും ഈ അനുശ്രീയുടെ പേരാണ് ആ മണ്ഡലത്തിലേക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപി കൊല്ലംകാരനാണല്ലോ. അതുകൊണ്ട് അത്തരത്തിൽ സുരേഷ് ഗോപി ഉയർത്തിക്കാട്ടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു വിജയ പ്രതീക്ഷ തന്നെ ഉണ്ട്. പൊതുരംഗത്തേക്കുള്ള ഒരു ചുവടുമാറ്റം തന്നെയാണ് അനുശ്രീ നടത്തുന്നത്. ഈ സാധാരണ മുൻകാലങ്ങളിലൊക്കെ ഈ CPM ഇതുപോലെ ഈ എഴുത്തുകാരെയും കലാകാരന്മാരെയും ഒക്കെ രംഗത്തിറക്കുന്നത് പതിവായിരുന്നു. ഇടത് സഹയാത്രികൻ എന്നുള്ള പേരില് ഇപ്പോൾ ഇന്നസെന്റിനെ മത്സരിപ്പിച്ചിട്ടുണ്ട് ചാലക്കുടിയിൽ നിന്ന്. ഒരു തവണ മത്സരിച്ച് വിജയിച്ചു, 2ാം തവണ പരാജയപ്പെട്ടു. ചലച്ചിത്ര നടൻ മുരളി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു, VM സുധീരനോട് പരാജയപ്പെട്ടു പോയി. KPS ലളിതയെ മത്സരിപ്പിക്കാൻ ഇറക്കി കഴിഞ്ഞപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് അതിശക്തമായി പാർട്ടിയുടെ ഇടയിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായത് കാരണം പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. എഴുത്തുകാരനും അധ്യാപകനുമായിട്ടുള്ള പ്രൊഫസർ MK സാനു എറണാകുളത്ത് നിന്ന് മത്സരിച്ച് നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് മുകേഷിനെ 2016-ലും 2021-ലും മത്സരിപ്പിച്ചു. കഷ്ടകാലത്തിന് ജയിച്ചു പോയി എന്നാണ് കൊല്ലത്തെ വോട്ടർമാര് പറയുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ ഇനി അത്തരത്തിൽ അവർ തയ്യാറാകത്തില്ല മുകേഷിനെ പോലുള്ള. കാരണം മുകേഷിനും വലിയ പേരുദോഷമുണ്ടായി, പാർട്ടിക്ക് പേരുദോഷമുണ്ടായി, മണ്ഡലത്തിനും പേരുദോഷമുണ്ടായി. അവിടുത്തെ വോട്ടർമാരോട് വളരെ ധിക്കാരത്തിൽ സംസാരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളത് CPM അവിടെ കൊല്ലത്തുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ക്ഷീണമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ CPM ഇങ്ങനെയുള്ളവരിലേക്ക് ഒരുപക്ഷെ പോകത്തില്ലായിരിക്കാം, അപൂർവമായിട്ട് മാത്രം പോവുകയും ചെയ്യും. അത് കോൺഗ്രസും അതിന് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ BJP എന്തായാലും ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്ന് അനുശ്രീയെ മത്സരിപ്പിച്ച് ആ മണ്ഡലം ഉറപ്പാക്കാൻ തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. A ക്ലാസ് മണ്ഡലം തന്നെയാണ് ചാത്തന്നൂർ. അവിടെ നിന്ന് വിജയം ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് BJP സംസ്ഥാന ഘടകത്തിനുമുള്ളത്.